നിങ്ങളുടെ കയ്യിലുള്ള ആൻഡ്രോയിഡ് മൊബൈലിൽ C++ പ്രാക്ടിക്കൽ ചെയ്യാനുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. ടർബോസിഡ്രോയിഡ്. ഈ ടർബോസിഡ്രോയിഡിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇതിനു മുമ്പ് ഞാൻ 2 വീഡിയോ ചെയ്തിരുന്നു. SQL എങ്ങനെ മൊബൈലിലൂടെ പ്രാക്ടിക്കൽ ചെയ്യാം, HTML എങ്ങനെ പ്രാക്ടിക്കൽ ചെയ്യാം. അത് കാണാത്തവർ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ടർബോസിഡ്രോയിഡ് സെലക്ട് ചെയ്ത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ വിൻഡോസിൽ എങ്ങനെയാണോ ടർബോസി അതേപോലത്തെ ഒരു എഡിറ്ററാണ് നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണാവുന്നത്. ഇങ്ങനെ ഒരു സ്ക്രീനായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. ഈ സ്ക്രീനിൻ്റെ ഏറ്റവും താഴെ ഭാഗത്ത് ടൂൾ ബാർ കാണാം. ഓപ്പൺ, കമ്പൈൽ, റണ്ണ്, കീബോർഡ്. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് വിൻഡോസുകൾ, ഇതിൽ ഡിഫാൾട്ടായിട്ട് കുറേ പ്രോഗ്രാംസുകൾ കാണാം. ബൈനറി ഗ്രാഫിക്സിൻ്റെ ഒക്കെ പ്രോഗ്രാംസുകൾ കാണാം. ഈ പ്രോഗ്രാംസുകളെല്ലാം നിങ്ങൾക്ക് സ്ക്രീനിൽ നിന്നും ക്ലോസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോയിൻ്റർ നിങ്ങൾക്ക് ഇതിലൂടെ മൂവ് ചെയ്യുന്നത് കാണാം. അതായത് നിങ്ങൾ സ്ക്രീനിലൂടെ നിങ്ങളുടെ ഫിംഗർ മൂവ് ചെയ്യുന്നതിനനുസരിച്ചാണ് മൂവ് ചെയ്യുന്നത്. നമ്മൾ ലാപ്ടോപ്പിൻ്റെ ടച്ച് പാഡ് ഉപയോഗിക്കുന്നത് പോലെയാണ്. ഇതിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് കീബോർഡ് ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സ്ക്രീനിലൂടെ മൂവ് ചെയ്തിട്ട് ഏത് മെനു ആണോ ആക്റ്റീവ് ആണെങ്കിൽ അവിടെ മൗസ് പോയിൻ്റർ നിങ്ങൾ ഈ പോയിൻ്റർ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഒരു ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ പോയിൻ്റർ വീണ്ടും മൂവ് ചെയ്ത ശേഷം ഏതാണോ നിങ്ങൾക്കിപ്പോൾ ഇവിടെ നിങ്ങൾ ഓപ്പൺ ചെയ്ത ഒരുപാട് വിൻഡോസുകളെല്ലാം നിങ്ങൾക്ക് ക്ലോസ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലോസ് ആൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ക്രീൻ വന്നു. ഇനി നിങ്ങൾക്ക് ഇവിടെ നിന്നും ഈ പോയിൻ്റർ ഫയൽ മെനുവിൽ മൂവ് ചെയ്ത് കൊണ്ട് വെച്ച ശേഷം വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ, ഓപ്പൺ, സേവ് ആസ്, സേവ് ആൾ, ചേഞ്ച് ഡയറക്ടറി. നമ്മൾ വിൻഡോസിൽ കാണുന്നത് പോലെ തന്നെ ഓരോ എഡിറ്റർ മെനു നിങ്ങൾക്ക് ഓരോ ഫയൽ മെനു, എഡിറ്റ് മെനു, സെർച്ച് മെനു, റൺ എല്ലാ മെനു നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ഇതിൽ നമ്മൾ ഒരു എഡിറ്റർ ആണോ CPP ആണോ ചെയ്യുന്നതെങ്കിൽ ന്യൂ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ക്രീൻ ആയിരിക്കും വരിക. ഇവിടെ നിങ്ങൾക്ക് പ്രോഗ്രാം, ഇപ്പോൾ CPPൻ്റെ പ്രോഗ്രാമാണെങ്കിൽ CPP ചെയ്യാവുന്നതാണ്. C പ്രോഗ്രാമാണ് നിങ്ങൾക്ക് ഈ സ്ക്രീനിലൂടെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്കിവിടെ C പ്രോഗ്രാമാണോ CPP പ്രോഗ്രാമാണെങ്കിൽ നിങ്ങൾക്കിവിടെ കീബോർഡ് ഉപയോഗിക്കണമെങ്കിൽ ഇവിടെ കീബോർഡ് ഓപ്പൺ ആക്കുന്നു, ഇവിടെ പ്രോഗ്രാം ടൈപ്പ് ചെയ്യുന്നു. ഇവിടെ സിയിലും CPPയിലും ചെയ്ത കുറച്ച് പ്രോഗ്രാമുകൾ നമുക്ക് നോക്കാം. ഓപ്പൺ പോയിൻ്റ് ചെയ്യുന്നു. ഇവിടെ CPPയിൽ ചെയ്ത ഒരു പ്രോഗ്രാം പോയിൻ്റ് ചെയ്ത് ഫസ്റ്റ് മെട്രിക്സ്, ബൈനറി കാണുന്ന പ്രോഗ്രാമുകളെല്ലാം ഇതിൽ ഡിഫാൾട്ട് ആയിട്ടുള്ള പ്രോഗ്രാമുകളാണ്. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു CPP പ്രോഗ്രാം ടൈപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓപ്പൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് ഇൻക്ലൂഡ് IO സ്ട്രീം, ഇൻക്ലൂഡ് conio.h, വൈഡ് മെയിൻ, ക്ലിയർ സ്ക്രീന്, പ്രിൻ്റ് വെൽക്കം ടു CPP പ്രോഗ്രാം. ഒരു CPP പ്രോഗ്രാം, വെൽക്കം ടു CPP പ്രോഗ്രാം പ്രിൻ്റ് ചെയ്ത ഒരു ഭാഗം എങ്ങനെയാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് കാണാൻ നോക്കാം. അപ്പോൾ ഈ ഓപ്പൺ, കമ്പൈൽ, റൺ, കീബോർഡ് എന്ന ഈ ബട്ടണൊക്കെ ഡയറക്റ്റ് ടച്ച് ചെയ്യാവുന്നതാണ്. ഇവിടെ കമ്പൈൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്പൈൽ ചെയ്തു 0 എറർ. വീണ്ടും റൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം വെൽക്കം ടു CPP പ്രോഗ്രാം. സ്ക്രീൻ ബാക്കോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം കാണാം. ഇനി നിങ്ങൾക്കല്ല ഇതിൽ C ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫയൽ മെനു ടച്ച് ചെയ്ത ശേഷം ഫയൽ പോയിൻ്റ് ചെയ്ത ശേഷം ന്യൂ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ CPP തന്നെ ആയിരിക്കും വരിക. അപ്പം നിങ്ങൾ ഫയൽ പോയിൻ്റ് ചെയ്തതിന് ശേഷം ഇവിടെ സേവ് എന്ന് കൊടുക്കുക. സേവ് സെലക്ട് ചെയ്ത ശേഷം ഇവിടെ നിങ്ങൾ കീബോർഡ് ഓപ്പൺ ആക്കി നിങ്ങൾക്ക് C പ്രോഗ്രാം ആണെങ്കിൽ C പ്രോഗ്രാമുകൾ ഫയൽ നെയിം ഏതും കൊടുക്കാം. എക്സ്റ്റൻഷൻ നിങ്ങൾ എന്ത് ചെയ്യാം, C എന്ന് കൊടുത്ത് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം C പ്രോഗ്രാം. ഇവിടെ നിങ്ങൾക്ക് ഒരു ഇവിടെ നിങ്ങൾക്ക് ഈ സ്ക്രീനിലൂടെ നിങ്ങൾക്ക് C പ്രോഗ്രാമും ചെയ്യാവുന്നതാണ്. ഒരു C പ്രോഗ്രാം നമ്മൾ ചെയ്തിട്ടുണ്ട് നോക്കാം. ഓപ്പൺ, ഇവിടെ കീബോർഡിൽ CPP എന്ന് മാറി C എന്നാക്കി എൻ്റർ അടിച്ച് കഴിഞ്ഞ് ബാക്കോട്ട് കൊടുത്താൽ ഇവിടെ C പ്രോഗ്രാമുകളാണ്. നമ്മൾ CPP ടെസ്റ്റ് ചെയ്തൊരു പ്രോഗ്രാം നോക്കി. ഇനി C പ്രോഗ്രാം അതിലൂടെ ചെയ്തൊരു പ്രോഗ്രാം നോക്കാം. പോയിൻ്റ് ചെയ്തിട്ടാണ് ഇൻക്ലൂഡ് stdio.h, വൈഡ് മെയിൻ, ക്ലിയർ സ്ക്രീൻ, printf, allow, my first C പ്രോഗ്രാം, get ch. ഇതൊരു C പ്രോഗ്രാമാണ്. ഇത് നമ്മൾ കമ്പൈൽ ചെയ്യുന്നു. കമ്പൈൽ ബട്ടൺ, താഴത്തെ കമ്പൈൽ ബട്ടൺ പ്രസ് ചെയ്യുന്നു. വീണ്ടും റൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ മൈ ഫസ്റ്റ് C പ്രോഗ്രാം ബാക്കോട്ട് കൊടുക്കുന്നു.
ഈ ഒരു ഭാഗം ഇതിൽ നിങ്ങൾ ഡീഫോൾട്ടായിട്ട് ഇതിൽ സ്ഥിരമായി ഈ ഇൻസ്റ്റാൾ ചെയ്തതോടുകൂടി തന്നെ ഇതിൻ്റെ കൂടെ കുറേ പ്രോഗ്രാംസുകൾ കാണാം. നമുക്ക് ആ പ്രോഗ്രാംസുകളൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഓൾറെഡി സി ആണ്. ഇനിയിപ്പോൾ CPP ആണെങ്കിൽ ഇവിടെ കീബോർഡ് ഉപയോഗിച്ചിട്ട് എൻ്റെ അടിച്ച് കഴിഞ്ഞാൽ CPP പ്രോഗ്രാം. സിയിലേക്ക് കളേഴ്സ് സെലക്ട് ചെയ്യണം. ഗ്രാഫിക്സൊക്കെ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ടാവുമെന്ന് നോക്കാം. കളേഴ്സ്, കമ്പൈൽ, റൺ. നിങ്ങൾക്കിങ്ങനെ കാണാം ഒരു ഗ്രാഫിക്സ് CPPയിൽ ഗ്രാഫിക്സൊക്കെ ഉപയോഗിച്ച ഒരു പ്രോഗ്രാമാണ്. ഇതൊക്കെ ഇതിൻ്റെ സാമ്പിൾ പ്രോഗ്രാമുകളാണ്. ഈ പ്രോഗ്രാമുകളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതിയെടുത്ത് നിങ്ങൾ സ്ക്രീനിലൂടെ ഒന്നുകൂടി ചെയ്ത് നോക്കാവുന്നതാണ്. പ്രോഗ്രാം കമ്പ്യൂട്ടറിൽ, അതായത് നിങ്ങളെ മൊബൈലിൽ ചെയ്ത് പഠിക്കുക തന്നെ വേണം. അപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ ഫുൾ ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണണമെങ്കിൽ സ്ക്രോൾ ബട്ടൻ്റെ അവിടെ പോയിൻ്റ് ഡിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ മൂവ് ചെയ്യാവുന്നതാണ്. എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത് വെച്ചാൽ മൂവ് ചെയ്യാവുന്നതാണ്. അതേപോലെ അതിൻ്റെ ഹെൽപ്പുകളൊക്കെ ഉണ്ട്. ഈഫ്, ഇൻഡെക്സ്, അതൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻഡെക്സ് ഫയലുകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇപ്പോൾ ഇതിൽ 1, 2, 3 വിൻഡോസ്, 3 സ്ക്രീനുകളുണ്ട്. സ്ക്രീനുകൾ ഒന്നുകിൽ ഈ ഗ്രീൻ ബട്ടൺ പ്രസ് ചെയ്ത് ക്ലോസ് ചെയ്യാം, അല്ലെങ്കിൽ അറ്റ് എ ടൈമിൽ ക്ലോസ് ചെയ്യണമെങ്കിൽ ഫയൽ മെനു പിന്നെ പോയിൻ്റ് ചെയ്ത് ക്ലോസ് ആൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ക്ലോസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഫയൽ മെനു സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ചേഞ്ച് ഡയറക്ടറി, ഡോസ് ഷെല്ല്, ക്വിറ്റ്. ഇതിൽ ചേഞ്ച് ഡയറക്ടറി എന്ന് നോക്കാം. ചേഞ്ച് ഡയറക്ടറി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോൾഡറൊക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങോട്ടാണോ നിങ്ങളുടെ പ്രോഗ്രാം സേവ് ചെയ്യേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡയറക്ടറി സെലക്ട് ചെയ്ത് കഴിഞ്ഞ് C പ്രോഗ്രാം എന്ന് പറയുന്ന ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഫോൾഡറിലേക്കാണ് നിങ്ങളുടെ പ്രോഗ്രാം ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോഗ്രാം അങ്ങോട്ടായിരിക്കും ചേഞ്ച് ചെയ്തിരിക്കുക. ഇനി നമുക്ക് നോക്കാം അത് ആ ഫോൾഡറിൽ തന്നെ ആണോ ഉള്ളത്. ഇവിടെ നമുക്ക് ഡോസ് ഷെല്ല്, TC bin C പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു ഫോൾഡർ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ സ്ക്രീന് ഡീഫോൾട്ടായിട്ട് വന്ന ഈ സ്ക്രീന് നിങ്ങൾക്ക് സ്ക്രീന് ക്ലിയർ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഡോസ് കമാൻഡുകൾ ഉപയോഗിക്കാം. CLS സ്ക്രീൻ ക്ലിയർ ചെയ്യുന്ന കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ സ്ക്രീനായി. ഇവിടെ നിങ്ങൾക്ക് ഡോസിൽ ഉപയോഗിക്കുന്ന എല്ലാ കമാൻഡ്സുകളും കൊടുക്കാം. MD, CD, RD, DIR എല്ലാ കമാൻഡുകളും കൊടുക്കാം. വീണ്ടും TCയിലേക്ക് തന്നെ തിരിച്ചു പോകണമെങ്കിൽ ഇവിടെ നിങ്ങൾ എക്സിറ്റ് എന്ന് കൊടുത്താൽ മതി. എക്സിറ്റ് എൻ്റെ അടിച്ച് കഴിഞ്ഞാൽ തിരിച്ച് ബാക്കോട്ട് തന്നെ പോകുന്നു. ബാക്ക് കൊടുത്ത് ഇനി ക്വിറ്റ് ചെയ്യണമെങ്കിൽ, ഈ ടർബോസി ക്വിറ്റ് ചെയ്യണമെങ്കിൽ ക്വിറ്റ് എന്ന് കൊടുത്ത് നിങ്ങൾക്ക് ഇതേപോലെ ഇവിടെ നിങ്ങൾക്ക് ഏത് കമാൻഡ്സുകളും കൊടുക്കാം. ഡയറക്റ്റ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം, എല്ലാ കമാൻഡ്സുകളും കൊടുക്കാം. ക്വിറ്റ് ചെയ്ത് നിങ്ങൾ വീണ്ടും നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇവിടെ നിങ്ങൾ എക്സിറ്റ് അല്ല കൊടുക്കണം. ഇവിടെ എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വിൻഡോസ് ഇവിടെ എക്സിറ്റ് ആവും, സ്ക്രീൻ ഇവിടെ എക്സിറ്റ് ആയിരിക്കും. ഇവിടെ നിങ്ങൾ TC തന്നെ വീണ്ടും C പ്രോഗ്രാം വീണ്ടും ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് TC കൊടുത്ത് എൻ്റർ അടിച്ചാൽ ഇവിടെ ഇപ്പോൾ ഇല്ലീഗൽ കമാൻഡ് TC എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ C പ്രോഗ്രാമൊന്നും ഒരിക്കലും TC ലോഡ് ആവില്ല. അപ്പോൾ നമ്മൾ CD ... എന്ന് കൊടുത്ത ശേഷം എൻ്റർ അടിക്കുക. എൻ്റർ അടിച്ചതിന് ശേഷം വീണ്ടും TC എന്ന് കൊടുത്തു കഴിഞ്ഞാലുള്ളൂ ഇവിടെ റൺ ആകുക. അപ്പോൾ നിങ്ങൾ ഡയറക്ടറിയിൽ നിന്നാണ് നിങ്ങൾ TC കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓപ്പാവില്ല, ഓണാവില്ല. കാരണം അതിൻ്റെ പാത്ത് സെറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് അതങ്ങനെ ഓണാകാതിരിക്കുന്നത്. ഇങ്ങനെ ഒരു സ്ക്രീൻ വന്നു കഴിഞ്ഞാൽ ഏറ്റവും മുകളിലെ ഈ മെനുകളെല്ലാം നിങ്ങൾ പോയിൻ്റ് ചെയ്ത് നോക്കി വെക്കുക. വിൻഡോസ് ക്ലോസ് ആൾ എല്ലാ ഭാഗങ്ങളും നിങ്ങൾ നോക്കി ഭാഗങ്ങൾ അതായത് ഓപ്പൺ, കമ്പൈൽ, റണ്ണ്, കീബോർഡ്. ഓപ്പൺ ഡയറക്റ്റ് നിങ്ങൾക്ക് പോയിൻ്റ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ബാക്ക് കൊടുത്തു കഴിഞ്ഞാൽ ക്ലോസ് ആവുന്നതാണ്. ഇവിടെ ന്യൂ എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഫയൽ മെനു ന്യൂ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്വിറ്റ് ചെയ്യുന്നു. നിങ്ങൾ കീബോർഡ് ഉപയോഗിച്ചിട്ട് ഇവിടെ എക്സിറ്റ് എന്ന് കൊടുക്കുന്നു. എക്സിറ്റ് അങ്ങനെ ഒരു കമാൻഡ് കൊടുത്ത് കീബോർഡ് കൊടുത്ത് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ച് എവിടെ നിന്നാണോ നിങ്ങൾ വന്നു വെച്ചാൽ ആ തിരിച്ച് ആ സ്ക്രീനിലേക്ക് തന്നെ വന്നിരിക്കും. ഇന്ന് എടുത്ത ഭാഗങ്ങൾ ഇന്നിപ്പോൾ നിങ്ങൾക്ക് CPP പ്രോഗ്രാമുകൾ പഠിക്കാനുള്ള ഈ എഡിറ്റർ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയെങ്കിൽ നിങ്ങളിത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാം. ഈ എഡിറ്ററിൽ എന്തെങ്കിലും ഭാഗങ്ങൾ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.